ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് മെമ്പേഴ്സ് ഇൻ ജാവേനെ പറ്റിയാണ്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കീവേഡാണ്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഗിവൺ ടു ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു മെത്തേഡിലേക്ക് ഓർ ഇവനെ ക്ലാസ്സിലേക്ക് വരെ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിക് എന്ന കീവേഡ് അസൈൻ ചെയ്യാം. അതായത് സാധാരണഗതിയിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ് ഉണ്ടാക്കിയിട്ട് ഒബ്ജക്റ്റ് ടീം ഡോട്ട് മെമ്പർ എന്ന് പറഞ്ഞാണ്. നമുക്കിപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഒരു ക്ലാസ്സിൻ്റെ മെമ്പർ വേരിയബിളിനെ അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റാറ്റിക് മെമ്പറായിട്ട് ചെയ്യാം. സ്റ്റാറ്റിക് മെമ്പർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഒരു ക്ലാസ്സിൻ്റെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് മെമ്പറായിട്ട് ചെയ്യുന്നത്. സ്റ്റാറ്റിക് മെമ്പർ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ്. സോ വി ക്യാൻ മേക്ക് മെമ്പർ സ്റ്റാറ്റിക് ബൈ പ്രിസീഡിങ് ദി മെമ്പർ ഡിക്ലറേഷൻ വിത്ത് കീവേഡ് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന കീവേഡ് കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാറ്റിക് മെമ്പറിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റാറ്റിക് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ പേര് ചേർത്ത് അതിനെ പറയേണ്ട, ഇന്ന ക്ലാസ്സിലെ ഇന്ന വേരിയബിൾ അല്ലെങ്കിൽ മെത്തേഡ് എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് തന്നെത്താൻ ഒരു സ്പേസ് ഉണ്ട്. അതാണ് സ്റ്റാറ്റിക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ ഒരു മെമ്പർ is declared static എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it can be accessed by any object of its class are created without reference to any object. ഒരു ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ പേര് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ആ ഒരു സ്റ്റാറ്റിക് മെമ്പറിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ക്ലാസ് നെയിം ഡോട്ട് ആ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലാസ് നെയിം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല, ക്ലാസ്സിൻ്റെ പേര് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇന്ന ക്ലാസ്സിലെ ഇന്ന ഒബ്ജക്റ്റിനെ എനിക്ക് ആക്സസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ഈ മെമ്പർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഈ സ്റ്റാറ്റിക് വേരിയബിൾസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു ഒബ്ജക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെയും അല്ല ഇത് തന്നെത്താനെ ക്ലാസ്സിൻ്റെ മാത്രമായി നിൽക്കുന്ന ഒന്ന്. അതാണ് ഇതിൻ്റെ മീനിങ്, ഈ ഒരു സ്റ്റാറ്റിക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു സ്റ്റാറ്റിക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇതിൽ സ്റ്റാറ്റിക് മെയിൻ എന്ന് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആദ്യം തന്നെ കോൾ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി കോൾഡ് ബിഫോർ എനി ഒബ്ജക്റ്റ് ഇസ് ക്രിയേറ്റഡ്. ഒരു ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന ഒരു ഫങ്ഷനാണ് മെയിൻ എന്ന് പറയുന്നത്. ഏതൊരു ഒബ്ജക്റ്റ് ആയാലും അത് ക്രിയേറ്റ് ആവുന്നതിന് മുമ്പേ ഈ ഒരു സ്റ്റാറ്റിക് ഫങ്ഷൻ കോൾ ആവണം. അതുകൊണ്ടാണ് മെയിനിന് നമ്മൾ സ്റ്റാറ്റിക് എന്ന് കൊടുക്കാനായിട്ടുള്ള കാരണം. സോ സ്റ്റാറ്റിക് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഏതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അത് കോൾ ആവുകയും ചെയ്യും. സോ ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലെയർഡ് എ സ്റ്റാറ്റിക് ആണ് എങ്കിൽ ദേ ആർ ഗ്ലോബൽ വേരിയബിൾസ് ആയിരിക്കും. വെൻ എൻ ഒബ്ജക്റ്റ് ഓഫ് ഇറ്റ്സ് ക്ലാസ് ആർ ഡിക്ലെയർഡ് സെപ്പറേറ്റ് കോപ്പി ഓഫ് സ്റ്റാറ്റിക് വേരിയബിൾ ഈസ് നോട്ട് മെയ്ഡ്. ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ട് എങ്കിൽ നമ്മൾ സാധാരണ ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ് എങ്കിൽ ഓരോ ഒബ്ജക്റ്റിനും ഓരോ കോപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന് അതിൻ്റെ ഒരു കോപ്പി കിട്ടുന്നു, അടുത്ത ഒബ്ജക്റ്റിന് അടുത്ത കോപ്പി കിട്ടുന്നു. അങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഒന്നുമില്ല, ഒറ്റ കോപ്പിയേ കാണത്തുള്ളൂ. ആ ഒരു കോപ്പിയിൽ വരുത്തുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്, എല്ലാവർക്കും വിസിബിളുമാണ്. അതാണ് സ്റ്റാറ്റിക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ ഒബ്ജക്ട്സും സ്റ്റാറ്റിക് വേരിയബിളിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മെത്തേഡ്സ് വേണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കാം. ദേ ആർ കോൾഡ് സ്റ്റാറ്റിക് മെത്തേഡ്സ്. ഇപ്പോൾ മെയിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് മെത്തേഡാണ്. ആ മെയിനിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റാറ്റിക് എന്ന കീവേഡ് ഇട്ടതുകൊണ്ടാണ് അത് സ്റ്റാറ്റിക് മെത്തേഡായത്.
മെത്തേഡ്സിൻ്റെ ഡിക്ലറേഷന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ ഈ സ്റ്റാറ്റിക് മെത്തേഡായിട്ട് കൊടുക്കുകയാണ് എങ്കിൽ സ്റ്റാറ്റിക് മെത്തേഡ് ഇറ്റ് ക്യാൻ ഓൺലി കോൾ അതർ സ്റ്റാറ്റിക് മെത്തേഡ്സ്. സ്റ്റാറ്റിക് മെത്തേഡ് മസ്റ്റ് ഓൺലി ആക്സസ് സ്റ്റാറ്റിക് ഡാറ്റ. സ്റ്റാറ്റിക് ഡാറ്റേനെ മാത്രമേ സ്റ്റാറ്റിക് മെത്തേഡ്സിന് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാറ്റിക് മെത്തേഡ്സ് കനോട്ട് റെഫർ ടു ദിസ് ഓർ സൂപ്പർ. ദിസ്സും സൂപ്പർ എന്ന് പറയുന്ന കീവേഡ്സ് ഒന്നും സ്റ്റാറ്റിക്കിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യില്ല. നമ്മൾ ദിസ് ഓൾറെഡി പഠിച്ചു. സൂപ്പർ എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. വി വിൽ സ്റ്റഡി ഇറ്റ് ഇൻ ദ റൺ. If we do not do the computation to initialize your static variable, we can declare a static block that gets executed exactly once when the class is first loaded. അപ്പോൾ നമുക്ക് ക്ലാസ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിൻ്റെ ഈ സ്റ്റാറ്റിക് ആയിട്ട് ഒരു ബ്ലോക്ക് ഉണ്ട് എങ്കിൽ ആ ബ്ലോക്ക് അപ്പം തന്നെ എക്സിക്യൂട്ട് ഒരു തവണ എക്സാക്ട്ലി വൺസ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ യു സ്റ്റാറ്റിക് എന്ന് പറയുന്നതാണ് ക്ലാസ്. ദർ ആർ 2 സ്റ്റാറ്റിക് വേരിയബിൾസ്. എ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് വേരിയബിളാണ്, ബി ഒരു സ്റ്റാറ്റിക് വേരിയബിളാണ്. സോ എന് ഒരു സ്റ്റാറ്റിക് വേരിയബിളാണ്, അതിന് വാല്യൂ കൊടുത്തിട്ടുണ്ട് 3 എന്ന്. ബി ഒരു സ്റ്റാറ്റിക് വേരിയബിളാണ്. സോ സ്റ്റാറ്റിക് വേരിയബിളിന് അനദർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വേരിയബിളായിട്ട് ഇനീഷ്യലൈസ് ചെയ്താൽ അതിന് തുടക്കം തന്നെ വാല്യൂ കിട്ടും ആൻഡ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ വിൽ ബി 0 ആയിരിക്കും. ഇനി ഒരു സ്റ്റാറ്റിക് മെത്തേഡുണ്ട്, ഷോ എന്നതാണ് മെത്തേഡ്. ഇറ്റ് ടേക്സ് ആൻ ആർഗ്യുമെൻറ്റ് എക്സ്. സോ നമ്മൾ എക്സിൻ്റെ വാല്യൂ, എയിൻ്റെ വാല്യൂ, ബീൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വി ഹാവ് എ സ്റ്റാറ്റിക് ബ്ലോക്കാണിത്. സ്റ്റാറ്റിക് ഇതൊരു ഫങ്ഷൻ അല്ല, ഒരു ബ്ലോക്കാണ്. ബിക്കോസ് കേളി ബ്രാക്കറ്റ് തുടങ്ങി കേളി ബ്രാക്കറ്റ് തീരുന്നു, അതാണ് സ്റ്റാറ്റിക് ബ്ലോക്ക്. ദെൻ വി ഹാവ് എ മെയിൻ. നമ്മുടെ മെയിൻ ഉണ്ട്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഉണ്ട്. ഇൻ ദിസ് വി ആർ ആക്ച്വലി കോളിംഗ് ഷോയിനെ വിളിക്കുകയാണ്. സോ ഇവിടെ ഷോ എന്ന് പറയുന്നത് ഇവിടെ ഈ സെയിം ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് മെയിനും കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൻ്റെ പേര് ഡോട്ടൊന്നും കൊടുക്കാത്തത്. സെയിം ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് നെയിം ഡോട്ടൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഷോയിനെ വിളിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഷോയിനെ വിളിക്കാൻ നേരത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ 42 എന്ന വേരിയബിളുമായിട്ട് ഇവിടെ എത്തുന്നു. എക്സിൻ്റെ വാല്യൂ ഇസ് 42, എയിൻ്റെ വാല്യൂ 3 ആണ്, ബീൻ്റെ വാല്യൂ 0 ആണ്. ആൻഡ് ദാറ്റ് വിൽ ബി പ്രിൻറ്റഡ് എക്സ് ഈക്വൽ ടു 42. ആൻഡ് ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഈ ഒരു മെയിനിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഈ ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്റ്റാറ്റിക് ബ്ലോക്ക് ആദ്യമേ തന്നെ പ്രിൻ്റ് ചെയ്യുന്നതാണ്. സോ ഈ സ്റ്റാറ്റിക് ബ്ലോക്ക് ആദ്യം തന്നെ ഇനീഷ്യലൈസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവിടെ ഈ ഷോ 42 കാണുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഈ സ്റ്റാറ്റിക് ബ്ലോക്കിൽ വരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ബ്ലോക്ക് ഇനീഷ്യലൈസ്ഡ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം ബി, എയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, ബി 0 ആൻഡ് എക്സ് ഇപ്പോൾ തൽക്കാലം നമുക്കറിയാൻ പാടില്ല, നമുക്കപ്പോൾ അത് കിട്ടുമ്പോൾ എഴുതാം. നമ്മൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് അറിയാവുന്ന വാല്യൂസ് എഴുതി വെച്ചു. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കാണ് ബി ഈക്വൽ ടു എ ഇൻറ്റു 4 എന്ന് പറഞ്ഞേക്കാണ്. ദാറ്റ് ഈസ് എ ഈസ് 3, 3 ഇൻറ്റു 4 ഇസ് 12. അപ്പോൾ ബിയിൽ 0 ഉണ്ടായിരുന്നത് 12 ആയി. ഇനി ആണ് ഇത് ആദ്യമേ തുടക്കം തന്നെ അത് ചെയ്തു വയ്ക്കും. അതിന് ശേഷമാണ് നമ്മൾ ഷോ 42 കാണുന്നത്. ഷോ 42ൽ ഇവിടെ എത്തുന്നു. എക്സിൻ്റെ അകത്ത് 42 എന്ന വാല്യൂ കോപ്പി ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു 42 പ്രിൻ്റ് ചെയ്യുന്നു. എയിലെ വാല്യൂ ഇസ് 3, ബിയിലെ വാല്യൂ ഇസ് 12. സോ നമ്മൾ ഒരു തവണ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വാല്യൂ എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. ദിസ് ഈസ് ഹൗ വി യൂസ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ബ്ലോക്ക്, സ്റ്റാറ്റിക് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സ്റ്റാറ്റിക് ബ്ലോക്ക് വിൽ ബി കോൾഡ് first. So that is what happens in here. ഇനി ഈ ഒരു കോഡിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ആദ്യം റൺ ചെയ്യുന്നത്. എയിനെ ആദ്യം 3 ആക്കി വയ്ക്കുന്നു. പിന്നെ സ്റ്റാറ്റിക് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ പ്രിൻറ്റ് മെസ്സേജ് ചെയ്യുന്നു. എന്നിട്ട് ബി ഈക്വൽ ടു എ ഇൻറ്റു 4 ദാറ്റ് ഇസ് 12 ചെയ്യുന്നു. പിന്നെയാണ് മെയിൻ വരുന്നത്. മെയിൻ വന്നു, മെയിൻ്റെ അകത്ത് ഷോ എന്ന് പറഞ്ഞ് കോൾ ആവുന്നു.
സോ വി ആർ പാസിങ് 42 to x. പിന്നെയാണ് നമ്മുടെ ആ 3 പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ എക്സ് എ ബി പ്രിൻ്റ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ സ്റ്റാറ്റിക്കിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് മെയിൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി നെയിം യൂസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ക്ലാസ്സിൻ്റെ പുറത്താണ് ഇതിനെ ആ ഒരു മെത്തേഡിനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള മെത്തേഡിനെ കോൾ ചെയ്യേണ്ടത് എങ്കിൽ ഓൾവേസ് യൂസ് ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ്. അല്ലാണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ക്ലാസ്സിൻ്റെ പേര് ഡോട്ട് ആ മെത്തേഡിൻ്റെ പേര് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ദിസ് ഇസ് എൻ എക്സാമ്പിൾ. ഇത് നോൺ സ്റ്റാറ്റിക്കും സ്റ്റാറ്റിക്കിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് രണ്ടും സൈഡ് ബൈ സൈഡ് നോക്കാം. സോ ഡെമോ ഈസ് എ നോൺ സ്റ്റാറ്റിക് ക്ലാസ്, സ്റ്റാറ്റിക് ഡെമോ ഈസ് എ സ്റ്റാറ്റിക് ക്ലാസ്. ഇവിടെ എയും ബിയും കോൾ മീ എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. ദിസ് ഇസ് അനദർ ക്ലാസ് സാമ്പിൾ. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് മെയിനിൻ്റെ അകത്ത് ഈ ഡെമോയിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡെമോ dm ഡോട്ട് കോൾ മീ എന്ന് പറഞ്ഞ് കോൾ ചെയ്തേക്കുന്നു. സ്റ്റാറ്റിക് ഡെമോയിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന സാധാ വേരിയബിളും ബി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വേരിയബിളുമാണ്. സ്റ്റാറ്റിക് വോയിഡ് കോൾ മീ ആണ് ഇവിടെ ഉള്ള ഒരു ഫങ്ഷൻ. അതിൻ്റെ ഉള്ളിൽ എയിനെ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ നമ്മൾ വേറൊരു സ്റ്റാറ്റിക് ബൈ നെയിം എന്ന് പറയുന്ന വേറൊരു ക്ലാസ്സാണിത്. അതിൻ്റെ ഉള്ളിലാണ് മെയിൻ. അപ്പോൾ ഇത് ഈ ക്ലാസ്സിൻ്റെ സെയിം ക്ലാസ്സിൻ്റെ ഉള്ളിലല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റിക് ഡെമോ എന്ന ക്ലാസ്സിൻ്റെ ഉള്ളിലെ കോൾ മീ എന്ന ഫംഗ്ഷനെയാണ് അല്ലെങ്കിൽ മെത്തേഡിനെയാണ് നമുക്ക് വിളിക്കേണ്ടത്. അപ്പോൾ സ്റ്റാറ്റിക് ഡെമോ എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ പേര്. സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് കോൾ മീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കോൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബി ഈക്വൽ ടു സ്റ്റാറ്റിക് ഡെമോ ഡോട്ട് ബി എന്ന് ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് ബീൻ്റെ വാല്യൂ ഇസ് 5, എയിൻ്റെ വാല്യൂ 42. അത് രണ്ടും നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. സോ ഹിയർ ഇസ് അനദർ പ്രോഗ്രാം. ദിസ് ഇസ് അനദർ എക്സാമ്പിൾ പ്രോഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാമ്പിൾ എന്ന് പറയുന്ന ക്ലാസ് എ ഈസ് സ്റ്റാറ്റിക്, ബി ഇൻറ്റിജർ ആണ്. സാമ്പിൾ ദിസ് ഇസ് ദി കൺസ്ട്രക്ടർ ആണ്, ബീനെ 0 ആക്കി വയ്ക്കുന്നു. കോൾ മീ എന്ന് പറയുന്ന ഒരു സാധാ ഫങ്ഷനാണ്. ഇവിടെ എ മാത്രമാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ളൂ. എ ഈക്വൽ ടു a+2, ബി ഈക്വൽ ടു b+2. സ്റ്റാറ്റിക് ആഫ്റ്റർ +2 എ ഈക്വൽ ടു പ്രിൻ്റ് ചെയ്യുന്നു, ബീനെ പ്രിൻ്റ് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് അനദർ ഒരു ക്ലാസ് എടുത്തേക്കുന്നു. ഇവിടെ മെയിൻ ഉണ്ട്. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. സോ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, OB1 എന്ന് പ്രിൻ്റ് ചെയ്തു. സോ ഔട്ട്പുട്ടിൽ OB1 വന്നു. OB1 ഡോട്ട് കോൾ മീ കോൾ ചെയ്യാണ്. സോ ദിസ് ഇസ് സാധാരണ ഫങ്ഷനാണ്. സോ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കോൾ ചെയ്യുന്നത്. കോൾ മീയുടെ അകത്ത് എ ഈക്വൽ ടു a+2 ചെയ്യുന്നു. സോ എയിൻ്റെ ഇനീഷ്യൽ വാല്യൂ, എ ഒരു സ്റ്റാറ്റിക് വേരിയബിളാണ്, എയിന് ഇനീഷ്യൽ വാല്യൂ 0 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബി ഒരു സാധാ വേരിയബിളാണ്, ബീനെ നമ്മൾ കൺസ്ട്രക്ടർ വിളിച്ചപ്പോൾ 0 ആയിട്ട് സെറ്റ് ചെയ്തു. OB1ൻ്റെ ബി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എ ഒരു സ്റ്റാറ്റിക് വേരിയബിളാണ്, എല്ലാ ഒബ്ജക്ട്സിനും ഇത് കോമൺ ആണ്. ബി അങ്ങനെയല്ല, ബി എന്ന് പറയുന്നത് ഓരോ ഒബ്ജക്ട്സിനും ഓരോ ബീൻ്റെ കോപ്പി ആയിരിക്കും. അപ്പോൾ OB1ൻ്റെ ബി ഇപ്പോൾ 0 ആണ്. ഇനി നമ്മൾ കോൾ മീനെ വിളിക്കുന്നു. എ എന്ന് പറയുന്നത് a+2, 0+2 2 ആക്കി. ബി എന്ന് പറയുന്നത് 0+2 2 ആക്കി. ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യാണ്. സ്റ്റാറ്റിക് ആഫ്റ്റർ +2 എ എന്ന് പറയുന്നത് എയിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്, ബീൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്. സോ വി ഗോട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇനി നമ്മൾ അടുത്ത ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. OB2 എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. OB2 എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ OB2ന് ഒരു ബി ഉണ്ടാക്കും. അതിൻ്റെ ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എയിൻ്റെ വാല്യൂ വിൽ ബി സെയിം, 2 എന്ന വാല്യൂ അത് റീറ്റെയിൻ ചെയ്യും. ഏത് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, സ്റ്റാറ്റിക് വേരിയബിൾ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഈസ് റിസർവ്ഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, OB2ൻ്റെ കോൾ മീനെ കോൾ ചെയ്യുകയാണ്. OB2ന് വീണ്ടും OB2 കോൾ മീനെ കോൾ ചെയ്യുമ്പോൾ എയിനോട് a+2 ചെയ്യാൻ പറയുകയാണ്. എയിൻ്റെ വാല്യൂ ഇസ് കോമൺ ഫോർ ഓൾ ഒബ്ജക്ട്സ്. എയിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്, അത് ബിക്കം 4 ആയി.
ഇനി ബീനെ പ്ലസ് ചെയ്യുന്നു. OB2ൻ്റെ ബി ആണ്, OB2 ആണ് വിളിച്ചത്. അപ്പോൾ OB2ൻ്റെ ബി എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആണ്. 0 ബിക്കം 2 ആയി. ഇനിയിപ്പോൾ നമ്മൾ എനെയും ബീനെയും പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ A is 4, B is 2. That is the difference between a static variable and a non-static variable. Static variable എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആണ്. നോൺ സ്റ്റാറ്റിക് വേരിയബിൾ അങ്ങനെ അല്ല. എല്ലാ ഒബ്ജക്ട്സിനും ഒരു ഇൻഡിവിജ്വൽ കോപ്പി ആയിരിക്കും നോൺ സ്റ്റാറ്റിക് വേരിയബിൾസിന്. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാറ്റിക് വേരിയബിൾ. അത് രണ്ട് പേർക്കും റെഫർ ചെയ്യാനുള്ളതാണ്. ബി അങ്ങനെയല്ല. ഫോർ ബി ബോത്ത് ഹാവ് ആൻ ഇൻഡിവിജ്വൽ കോപ്പി ഓഫ് ബി ഈസ് അവൈലബിൾ. ദിസ് ഇസ് സ്റ്റാറ്റിക് വേരിയബിൾസ് ഇൻ ജാവ. Hope you find it useful. Thank you.